ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ് ഓഫ് ദർശന ലേണിംഗ്സ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് 3 ഹെഡ്ലൈൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, ഇന്ത്യ ടെൽസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇറ്റ് മേ ലെവി റീറ്റാലിയേറ്ററി ടാരിഫ് ഫോർ $724 million on US imports. Second news, two democracies and the echoes of tyranny. And the last and the third one, a deliberate strategy to usher in a communal order. ഇനി ഈ 3 ന്യൂസുകളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം. സോ ദ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഇന്ത്യ ടെൽസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇറ്റ് മേ ലെവി റീറ്റാലിയേറ്ററി ടാരിഫ് വർത്ത് $724 million on US imports. അതായത് ഈ ന്യൂസ് എന്തുകൊണ്ട് റിലവന്റ് ആകുന്നു എന്ന് നമുക്ക് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ ഇന്ത്യ റീറ്റാലിയേറ്ററി ടാരിഫിന്റെ കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഈ റീറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സ് കൂട്ടുന്നതിനെയാണ് നമ്മൾ റീറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് കൺട്രീസുകൾ തമ്മിൽ, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ റീറ്റാലിയേറ്ററി ടാക്സിന്റെ ഇമ്പോസിഷൻ നടത്തുമ്പോൾ അത് ടെമ്പററി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അണ്ടറിലുള്ള കൺട്രീസിനുള്ള റൂൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മാർച്ചില് US നമ്മളുടെ ഇന്ത്യയുടെ മേലെ ഈ റീറ്റാലിയേറ്ററി ടാരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കാർസിനും ഓട്ടോമൊബൈൽ പാർട്സിനും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാരിഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 25% ആയിരുന്നു ടാരിഫ് അവര് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസിലൂടെ ആയിരുന്നില്ല US ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ അത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അണ്ടറിൽ ഉണ്ടായിരുന്ന US ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്ത്യ അതിപ്പോ എടുത്തു പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ഗൈഡ് ലൈൻസിലൂടെ ആയിരുന്നില്ല US ഈ ഒരു ഇമ്പോസിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ USന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടാരിഫ് ഇൻക്രീസ് ചെയ്തത് എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഓരോ പോയിന്റ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, India plans to impose retaliatory tariff of $724 million on the US. നമ്മളത് പറഞ്ഞിരുന്നു. In response to increased US tariff on Indian automobile and parts, calling them safeguard measures not aligned with the WTO norms. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. Second point എന്ന് പറയുന്നത്, India has notified the World Trade Organization that the US failed to consult India under the agreement on safeguard. അപ്പൊ ഈ agreement on safeguard എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അണ്ടറിലുള്ള കൺട്രീസ് സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് അനുസരിച്ച് ഈ പറഞ്ഞ ടെമ്പററി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന ടാരിഫ് പ്രോപ്പർ ആയിട്ട് കൺട്രീസിനെയും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെയും ഇൻഫോം ചെയ്യുക, ഫെയർ ആയിട്ടുള്ള ഒരു ടാരിഫും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അപ്പം അത് ആ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ US ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് ഇന്ത്യ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. Then last one, this marks the second retaliation notice in 2024 following a previous വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നോട്ടിഫിക്കേഷൻ ഓവർ US. അതായത് നേരത്തെയും ഇതുപോലെ തന്നെ 2024 ഇതുപോലെ ഒരു റീറ്റാലിയേറ്ററി ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതിന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു US. അതിനുശേഷവും US പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും എന്തൊക്കെ പോയിന്റ്സുകളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമുക്ക് നോക്കാം. സോ കീവേഡ്സ്, പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ വരുന്നത് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഫൗണ്ടേഷൻ ആണ് GATT എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കൺട്രീസുകൾ തമ്മിലുള്ള ട്രേഡ് പ്രോപ്പർ ആക്കാനും അതുപോലെ തന്നെ അതിന് ഇടയിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു GATT ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ഗുഡ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ടാരിഫ് ഓൺ ഗുഡ്സ് ആണ്. സർവീസും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒന്നും ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നില്ല. സോ ആ കാര്യങ്ങൾ നോക്കുക. ദെൻ വരുന്നത് എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിലെ മെമ്പർ കൺട്രീസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. സോ ആ ഒരു എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ് എന്താണെന്ന് പ്രോപ്പറായി നോക്കുക. ദെൻ ട്രേഡ് റീറ്റാലിയേഷൻ മെക്കാനിസം അണ്ടർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ,
അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കൺട്രി ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസ് വയലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാനാ ഇൻഫോം ചെയ്യാനും അതുപോലെ അതിനുള്ള മെഷേഴ്സ് എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ട്രേഡ് റിറ്റാലിയേഷൻ എന്ന് പറയുന്ന. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇന്ത്യ US ട്രേഡ് റിലേഷൻ ആൻഡ് റീസെന്റ് താരിഫ് ഇഷ്യൂസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2024 മുതൽ ഈ പറഞ്ഞ താരിഫ് ഇഷ്യൂസ് ഇന്ത്യയും US തമ്മിലുണ്ട്. അത് ട്രേഡിലുണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, അതുപോലെ റിലേറ്റഡ് ഫീൽഡിലൊക്കെ ഈ പറയുന്ന താരിഫ് ഇൻക്രീസ് US ഇന്ത്യയും തമ്മിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നോക്കാം. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ്, GS2ലും അതുപോലെ തന്നെ GS3യിലും GS2യിലും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോറി, കട്ട് ചെയ്യണേ, ഒന്നുകൂടെ പറയാം. അപ്പൊ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ GS2ലും GS3യിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ GS2 എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് വരും. രണ്ട് കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ടെൻഷൻസും കാര്യങ്ങളും, അതായത് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ടെൻഷൻസും കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കണം. ദെൻ എക്കോണമി വരുമ്പം നമ്മുടെ ഇങ്ങനത്തെ താരിഫ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമീനെ എങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ എന്താണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ റോൾസും കാര്യങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ റോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെ ആസ്പെക്ട്സിൽ ഈ ഒരു ന്യൂസിന്റെ അണ്ടറിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ടു ഡെമോക്രസീസ് ആൻഡ് ദ എക്കോസ് ഓഫ് ടൈറനി. ഈ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് ഇറോഷൻ ആണ്. അതായത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ US എന്ന് പറയുന്ന രണ്ട് കൺട്രീസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡെമോക്രാറ്റിക് ഇറോഷനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് വയലന്റ് ആയിട്ടുള്ള മെഷേഴ്സിലൂടെയും കാര്യങ്ങളിലൂടെയും ഒന്നും അല്ല, ലീഗൽ സിസ്റ്റത്തിലൂടെയും അതുപോലെ തന്നെ ലോസിലൂടെയും എങ്ങനെയാണ് ഈ ഡെമോക്രസി സ്ലോലി ഇറോഡായി പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ US ഇന്റേണൽ അതോറിറ്റേറിയൻ പവർ എന്ന് പറയുന്നത് 1774 അമേരിക്കൻ റവല്യൂഷൻ ടൈമിലുള്ള ആ ഒരു സിറ്റുവേഷനുമായിട്ട് സിമിലർ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഫോഴ്സ്ഡ് ലോയിലൂടെയും അതുപോലെ തന്നെ ലീഗൽ സിസ്റ്റത്തിലൂടെയുമാണ് ഇവർ ഈ പറഞ്ഞ ഡെമോക്രസീനെ സൈലന്റ് ആക്കുന്നത്. ഇന്ത്യയിലും ഇങ്ങനത്തെ ഒരു സിമിലർ കേസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 1975 എമർജൻസി പീരീഡിൽ ഒരു 21 month ലോങ് ആയിട്ടുള്ള ഒരു എമർജൻസി ആയിരുന്നു ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായിരുന്നു, വയലൻസ് മെഷേഴ്സിലൂടെ ഒന്നും ആയിരുന്നില്ല. ഒപ്പോണന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ ജയിലിൽ അടയ്ക്കുന്നത് വഴിയും അതുപോലെ ലീഗൽ സിസ്റ്റത്തിനെ സൈലന്റ് ആക്കിക്കൊണ്ടും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമായിരുന്നു അന്നത്തെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് 1975 ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു ത്രെട്ടും. ആ ഒരു സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം നടക്കുന്ന ലീഗൽ സിസ്റ്റത്തിലൂടെയും ലോസിലൂടെയും എല്ലാം ഇവിടുത്തെ അതോറിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്. ദെൻ ഇന്ത്യസ് എമർജൻസി 1975 ആസ് എ ഗ്ലോബൽ കേസ് സ്റ്റഡി. അതൊരു ഗ്ലോബൽ കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഡെമോക്രസി വയലേറ്റഡ് ആവുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു കൺട്രിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ എമർജൻസിയുടെ ഒരു 50 years നമ്മൾ പാസ് ചെയ്ത ഒരു ടൈമിൽ അത് വളരെയധികം റിലവൻസ് ഈ പറയുന്ന എമർജൻസി, ഇന്ത്യയുടെ എമർജൻസിയിൽ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഈ ന്യൂസ് സമ്മറിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാർണിംഗ് അഗെയിൻസ്റ്റ് ഇറോഷൻ ഓഫ് ഡെമോക്രസി. US ജഡ്ജ് Michael Lutting warns that constitutional values and democracy are not self-sustaining, citing the growing threat of internal authoritarianism in the US, echoing the ideological legacy of 1776. അതായത് അമേരിക്ക റെവല്യൂഷൻസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ഇന്റേണൽ അതോറിറ്റേറിയൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇന്ത്യസ് എമർജൻസി ആസ് എ ഗ്ലോബൽ സ്റ്റഡി. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ലെസൺ ഇൻ വിജിലൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഡെമോക്രാറ്റിക് ത്രെട്ട് ഉണ്ടാവുന്ന സമയത്ത് അവിടെയുള്ള സിറ്റിസൺസ് ഇതിനെപ്പറ്റി അവെയർ ആവുക, ഒരു സെൽഫ് അവെയർ ഉണ്ടാവുക, ഇതിനെപ്പറ്റി സംസാരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡെമോക്രസീനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു അതോറിറ്റേഷൻ പവേഴ്സ് നമ്മളുടെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള ലോസിലൂടെയും അതുപോലെ ലീഗൽ സിസ്റ്റത്തിനെ അത് യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇവിടുത്തെ സിറ്റിസൺസ്, അത് US ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലും ആണെങ്കിലും അത് പ്രോപ്പറായി മനസ്സിലാക്കാനും കൃത്യസമയത്ത് അതിനെതിരെ സംസാരിക്കുകയും എന്നുള്ളതാണ് ഇതിനെ ഈ ഇറോഡ്
അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു ടൈമിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഡെമോക്രസീനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു മാർഗം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ്, ഗവർണൻസ്, പൊളിറ്റി, ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. 1975 കേസ് സ്റ്റഡീസ് വരുന്നതുകൊണ്ട് എന്താണ്, മോഡേൺ ഹിസ്റ്ററിയിലും ഇത് ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രിലിംസിലും മെയിൻസിലും എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നോക്കേണ്ടതെന്ന് നോക്കാം. സോ ദ കീവേർഡ്സ് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് നോക്കേണ്ടത് ആർട്ടിക്കിൾ 352, അതായത് നാഷണൽ എമർജൻസി എന്താണെന്ന് നോക്കുക. അപ്പം പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ സിറ്റുവേഷൻസിലാണ്, വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഓർ ആംഡ് റെബലിയൻ, ഇത് ഏതെങ്കിലും ഒരു കേസ് പ്രസിഡന്റിന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കിൾ 352. അപ്പം ബാക്കിയുള്ള എമർജൻസി കൂടിയിട്ട് നമ്മൾ നോക്കുക. സ്റ്റേറ്റ് എമർജൻസിയും അതുപോലെ തന്നെ എന്താണ്, ഫിനാൻഷ്യൽ എമർജൻസിയും കൂടി ആ ആർട്ടിക്കിൾസും കൂടി മനസ്സിലാക്കിയിരിക്കുക. ദെൻ എന്താണ്, റിക്വസ്റ്റ് റിട്ടേൺ അഡ്വൈസ് ഫ്രം യൂണിയൻ ക്യാബിനറ്റ് ആൻഡ് പാർലമെന്റ് അപ്രൂവൽ വിത്തിൻ 1 month. അതറിയാലോ, അതായത് യൂണിയൻ ക്യാബിനറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, റിട്ടേൺ ആയിട്ടുള്ള അഡ്വൈസ് വേണം. അതൊരു 1 monthനുള്ളിൽ എന്ത് ചെയ്യണം, അപ്രൂവൽ ആവുകയും വേണം. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഈ 44th അമെൻമെന്റ് ആക്ട് വഴിയിട്ടാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ആംഡ് റെബല്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. ദെൻ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1978. അപ്പൊ എമർജൻസിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ അതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, ക്യാബിനറ്റിന് റിട്ടേൺ അഡ്വൈസ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. എമർജൻസി പ്രൊക്ലമേഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്യാബിനറ്റിന്റെ റിട്ടേൺ ആയിട്ടുള്ള അഡ്വൈസ് വേണം. അതൊക്കെയാണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ പറയുന്ന ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ എന്താണ്, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് MISA, അതെന്താണെന്ന് കൂടി മനസ്സിലാക്കുക. എന്താണ്, ഡിറ്റൻഷൻ, അതായത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ. ആ ഒരു എമർജൻസി പീരീഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 month ലോങ് ആയിട്ടുള്ള ഒരു എന്തായിരുന്നു, എമർജൻസി പീരീഡ് ആയിരുന്നു ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1975. ആ ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നതായിരുന്നു, വിത്തൗട്ട് ട്രയൽ ആയിരുന്നു ആൾക്കാരെല്ലാം ഡിറ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ആക്ട് വഴിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിവെന്റീവ് ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ അങ്ങനെ ഒരു ക്ലോസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഡ്യൂറിങ് എമർജൻസി ടു ഡീറ്റെയിൻ പൊളിറ്റിക്കൽ ഓപ്പോണൻസിനെ ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1978 ഇത് റിപ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ റോൾസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിങ് എമർജൻസി, അതായത് ജുഡീഷ്യറിയുടെ ഇമ്പോർട്ടന്റ് എന്താണ്, പാർലമെന്റിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്, പ്രസിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കിയിരിക്കാം. ദെൻ മെയിൻസിൽ വരുമ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു, പൊളിറ്റിയിലും ഗവേണൻസിലും അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററിയിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിയിൽ വരുമ്പോൾ എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് വാസ് മിസ്യൂസ് ഓഫ് എമർജൻസി പ്രൊവിഷൻസ്. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്ന 1975 എമർജൻസി കേസിൽ നമുക്ക് പറയാം. സോ ദെൻ ഗവേണൻസിൽ എന്താണ്, ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസൈലൻസ്, അതായത് ഈ പറയുന്ന ലീഗൽ സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ ലോസിനെയും എന്ത് ചെയ്യുക, സൈലൻസ്ഡ് ആക്കിക്കൊണ്ട് ഒപ്പണൻസിനെ, പൊളിറ്റിക്കൽ ഒപ്പണൻസിനെ സൈലൻസ്ഡ് ആക്കിക്കൊണ്ടുള്ള ഒരു ഇമ്പോസിഷൻ ആയിട്ടുള്ള എമർജൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദെൻ മോഡേൺ ഹിസ്റ്ററിയിൽ 1975 എമർജൻസി കോസസും കോൺസിക്വൻസും ആൻഡ് ലെസൺസും ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പം ഈ ഒരു ന്യൂസിൽ നിന്ന് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. സോ ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എ ഡെലിബറേറ്റ് സ്ട്രാറ്റജി ടു അഷ്വർ ഇൻ എ കമ്മ്യൂണൽ ഓർഡർ. അതായത് ഈ ഒരു ന്യൂസിന്റെ റിലവൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, സെക്യുലർ അല്ലെങ്കിൽ സോഷ്യലിസം എന്നൊരു വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് RSSന്റെ ഒരു പ്രപ്പോസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ന്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ന്യൂസിന്റെ ആസ്പെക്ട്സിൽ തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്, ഈ സോഷ്യലിസം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് എമർജൻസിയുടെ ടൈമിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ള 2 വേർഡ്സ് ആയിരുന്നു. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിബേറ്റോ കാര്യങ്ങളോ ഒന്നും അന്ന് നടത്താതെ ആണ് ഈ 2 വേർഡും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു. ഈ എമർജൻസിയുടെ ഒരു 50 years പാസ് ചെയ്യുന്ന ഒരു ടൈമിൽ RSS പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നടക്കുന്ന കോൺട്രവേഴ്സിയും കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റിലീജിയനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല. നമ്മളുടേത് എന്താണ്,
ഒരു സെക്യുലർ ആയിട്ടുള്ള, അതായത് എല്ലാ റിലീജിയൻസിനെയും ടോളറൻസോട് കൂടിയിട്ട് നോക്കി കാണുന്ന ഒരു രാജ്യമാണ്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ റിലീജിയനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനും, അതുപോലെ ഗവൺമെന്റ് ഒരു ന്യൂട്രൽ അപ്രോച്ച് എല്ലാ റിലീജിയൻസിനോടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ സെക്യുലറിസം എന്നൊരു വേർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സോഷ്യലിസം ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാനായിരുന്നു, ഒരു ഇൻഇക്വാളിറ്റീസ്, നമ്മുടെ സിറ്റിസൺസിൽ ഒരു ഇൻഇക്വാളിറ്റീസ്, അവർക്ക് എന്ത് സ്കീംസ് കൊടുക്കുമ്പോഴാണെങ്കിലും ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ഒരു നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ഇൻഇക്വാളിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വേർഡുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ രണ്ട് വേർഡ്സും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കോർ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫണ്ടമെന്റൽ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിലും DPSP ആണെങ്കിലും ഇതിന്റെ എല്ലാം കോർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ സോഷ്യലിസം, സെക്യുലറിസം ആണ്. ആർട്ടിക്കിൾ 40 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21, ഇതെല്ലാം തന്നെ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിന്റെ അണ്ടറിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ സോഷ്യലിസം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന രണ്ട് വേർഡുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു സോഷ്യൽ ഇൻഇക്വാളിറ്റി ആണ് നമ്മുടെ സിറ്റിസൺസിനിടയിൽ ഉണ്ടാവുന്നത്. അതൊരു മൈനോറിറ്റി സെക്ടേഴ്സിന് മാർജിനലൈസ്ഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഈ സെക്യുലറിസം എന്നൊരു വേർഡ് നമ്മൾ റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യനെ മാറ്റാനുള്ള ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു അജണ്ട അവിടെ കൂടുതലും എന്ത് ചെയ്യാൻ പറ്റുവാണ്, പ്രൊമോട്ട് ചെയ്യപ്പെടുവാണ്, സെക്യുലറിസം എന്ന ഒരു വേർഡ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ RSS അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഒരു കൺട്രിയാണ്, അതിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യപ്പെടണം എന്നുള്ളതൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് ഇത്രയും ആസ്പെക്ട്സിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ദ ന്യൂസ് സമ്മറിയിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് അപ്ഹോൾഡ് സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് ഇൻ പ്രിയാമ്പിൾ. അതായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സെക്യുലർ ഈ രണ്ട് വേർഡുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന് നിലനിൽക്കാനാവില്ല. അതിന്റെ എല്ലാം ബേസിക് കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡിലാണെന്നുള്ളതാണ് സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ RSS ആൻഡ് VP's ഒപ്പോസിഷൻസ് പാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺട്രവേഴ്സി. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കോൾ ടു ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ എത്തോസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ സെക്യുലറിസം അല്ലെങ്കിൽ സോഷ്യലിസം ഇങ്ങനെയുള്ള വേർഡുകൾ മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ ഒരു അവയർനെസ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് ഓവറോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും അതുപോലെ മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ എമർജൻസിനെ ബേസിലാണ് ഈ ന്യൂസുകളെല്ലാം തന്നെ റിലവന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 1975 എമർജൻസി സിറ്റുവേഷൻസിനെ പറ്റിയിട്ടും അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലോസിനെ പറ്റിയിട്ടും പോളിസി മെഷേഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് പ്രിലിംസിന്റെ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നോക്കാം. സോ കീവേഡ്സ്, പ്രിലിംസിന്റെ കീവേഡ്സിൽ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. അത് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്നത് സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി ആണെന്നാണ് പ്രിയാമ്പിളിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുക. എന്താണ് അതുപോലെ തന്നെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ഇത് ഓരോ കീവേഡ്സും എന്തുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തു, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, കറണ്ട് സിനാരിയോ ആയിട്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ദെൻ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, പീപ്പിൾസ് ആണ്. അപ്പം അവരാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി എന്നുള്ളത്, ആ കാര്യങ്ങൾ നോക്കുക. ദെൻ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത് എന്താണ്, പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ കോർ ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സെക്യുലറിസം, സോഷ്യലിസം എന്നീ പറയുന്ന വേർഡുകളൊക്കെ. അങ്ങനെയുള്ള കോർ വാല്യൂസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർലമെന്റിനെ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ഓരോ പോളിസി മേക്ക് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ വാല്യൂസിനെ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ഈ പറഞ്ഞ ബേസിക് കോഴ്സിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം സുപ്രമസി, സെക്യുലറിസം, ഫെഡറലിസം, ജുഡീഷ്യൽ
റിവ്യൂ ഒക്കെ മനസ്സിലാക്കുക ബേസിക് സ്ട്രക്ചറിന്റെ ആസ്പെക്ട്സിൽ. അപ്പം ഇത് എന്താണ്, കേശവാനന്ദ ഭാരതി കേസ് 1973 ഈ ബേസിക് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. ദെൻ റോൾ ഓഫ് സുപ്രീം കോർട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻസ്, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലുവേഷൻ നടത്തുന്ന സമയത്ത് സുപ്രീം കോർട്ടിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ എന്താണ്, GS2 അതുപോലെ തന്നെ GS1 ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ പൊളിറ്റിയിൽ വരുമ്പോൾ എന്താണ്, ഡിബേറ്റ് ഓൺ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആൻഡ് പ്രിയാമ്പിൾ അമെൻമെന്റ്സ്, ഈ ബേസിക് സ്ട്രക്ചറിന്റെ പ്രിയാമ്പിൾ അമെൻമെന്റ്സിന്റെ കാര്യത്തിന്റെ ആ ഒരു ആസ്പെക്ട്സിൽ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഗവേണൻസിലാവുമ്പോൾ എന്താണ്, സെക്യുലറിസം ആൻഡ് സോഷ്യലിസം ആസ് കോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, അത് മനസ്സിലാക്കുക. ദെൻ മോഡേൺ ഹിസ്റ്ററിയിൽ ലെഗസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസിസ്റ്റൻസ് ടു കമ്മ്യൂണലിസം പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പ്രിലിംസിന്റെ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ ഈ പറഞ്ഞ പോയിന്റുകൾ കുറച്ചും കൂടി നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് ഈ ഒരു ന്യൂസിന്റെ ആസ്പെക്റ്റിൽ മനസ്സിലാക്കുക. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന 3 ന്യൂസുകളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും നോക്കുക. പ്രത്യേകമായിട്ട് നിങ്ങൾ 1975 എമർജൻസി, ഇന്ത്യയുടെ എമർജൻസി പീരീഡിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ന്യൂസുകൾ അതിന്റെ ഒരു ആസ്പെക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ ഈ 3 ന്യൂസുകളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു.